ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ പോകുന്നതേ എൻ്റെ അയ്യപ്പൻ്റെ അമ്പലത്തിലേക്കാണ്. എൻ്റെ നാട്ടിൽ ഞാൻ കുഞ്ഞുനാൾ മുതലേ പോയിക്കൊണ്ടിരുന്ന എൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ പോയി പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക് കേട്ടോ. ഇന്ന് അവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നടത്തുന്ന പൂജ, ഈ 41 ദിവസം മണ്ഡലമാസത്തെ പൂജകൾ ഓരോ വീട്ടുകാരോ ഓരോ ആളുകളോ ചേർന്ന് ഇങ്ങനെ നടത്തുന്നതാണ്. അപ്പോൾ അന്ന് നടത്തുന്ന എൻ്റെ അച്ഛനാ. അപ്പോൾ അതിന് കൂടാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി വൈകുന്നേരം അങ്ങോട്ട് പോയതാട്ടോ. വൈകുന്നേരം ദീപാരാധന ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഭജന, അന്നദാനം, ദീപക്കാഴ്ച, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്പലത്തിലുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ പങ്കെടുക്കാൻ വർഷങ്ങളായിട്ട് അവിടെ ഇത് കൂടിക്കൂടി അതില്ല, അവിടെ പോവാതിരിക്കാനായിട്ട് ഭയങ്കര സങ്കടമാണ്. ഇപ്പം ഈ 41 ദിവസവും ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പോകാൻ പറ്റാത്ത ദിവസങ്ങളിലല്ലാത്ത ബാക്കി എല്ലാ ദിവസവും ഞാൻ പോവായിരുന്നു കേട്ടോ. കുഞ്ഞിലേക്ക് അമ്പലത്തിൽ പോകുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം അന്നദാനമൊക്കെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ചും. അപ്പം ഞാൻ ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും പറയും, അയ്യോ എപ്പോഴും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആളല്ലേ, ഇപ്പം മിസ് ചെയ്യുന്നുണ്ടാന്നൊക്കെ എന്നോട് അവിടെ ഉള്ളവരൊക്കെ ചോദിക്കും. ഞാൻ ശരിയാണ്, എനിക്ക് ഒത്തിരി മിസ് ചെയ്യാറുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ അമ്പലത്തിൽ പോക്കും ഭയങ്കര സന്തോഷം, എല്ലാവരെയും കാണലും വർത്താനം പറയാനും. ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ അവിടെ വർത്താനമൊക്കെ കുറേ പറയും. എൻ്റെ ആളുകളെ കാണുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെയാണ്. അങ്ങനെ ഞാൻ അതിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചെന്നിട്ട്, അപ്പോൾ അവിടെ ചടങ്ങുകളൊക്കെ തുടങ്ങിയായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് എല്ലാവരും വിളക്ക് കത്തിക്കാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരുന്നു. പിന്നെ അതിൽ ഞങ്ങളുമൊക്കെ കൂടി എല്ലാം വേഗം വേഗമായി. പിന്നെ ചട്ടികളും ചെരാതും ഒക്കെ വെച്ചിട്ട് വേഗം തന്നെ വിളക്ക് കത്തിച്ച്, പിന്നെ ദീപാരാധനയുടെ സമയത്തിന് മുന്നേ നമ്മൾ ഇതെല്ലാം കത്തിച്ച് തീർക്കണം. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. അച്ഛൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ഈ 41 ദിവസത്തെ കാര്യമൊക്കെ കഴിയുമ്പോൾ എനിക്ക് സങ്കടമാണ്. ഇനി അമ്പലത്തിൽ പോക്ക് വൈകുന്നേരം ഇങ്ങനെ പറ്റൂലല്ലോ. പിന്നെ എന്തെങ്കിലും വിശേഷതയുള്ള സമയത്തൊക്കെയല്ലേ നമ്മൾ പോകാറുള്ളൂ. അല്ലെങ്കിൽ രാവിലെയൊക്കെ പോയി, വൈകുന്നേരം അങ്ങനെ കുറവാണ് പോകലും. അപ്പോൾ ഈ 41 ദിവസം പോയി ഇങ്ങനെ ഭക്ഷണമോ അന്നദാനമൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അപ്പം അതിലൊക്കെ കൂടി ഈ 41 ദിവസം അങ്ങനെ കഴിഞ്ഞാൽ ഒരു എന്തോ മനസ്സിന് ഭയങ്കര സങ്കടം അങ്ങോട്ട് വരും. അത് കഴിയുമ്പോൾ ഇനി അടുത്ത വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പാണ്. ആ അമ്പലത്തിൽ തന്നെയായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ എൻ്റെ നാട്ടിലുള്ള ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരും പറയും, അത് ശരിയാണ്, നന്ദന എപ്പോഴും ഇവിടെ തന്നെയായിരുന്നു എന്ന് പറയും. അത്രയ്ക്ക് ഞാൻ അവിടെ ഒരു അറ്റാച്ച്ഡ് ആയിരുന്നു, ആ നാടും നാട്ടുകാരും ആ അമ്പലവും ഒക്കെ ആയിട്ട്. അപ്പം എങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ എനിക്കിപ്പോൾ വീട്ടിൽ നടത്തുന്ന സമയത്ത് ഞാൻ എന്തായാലും പോവാറുണ്ട് കേട്ടോ. എന്തൊക്കെ പോകാൻ പറ്റാത്ത ദിവസമാണെങ്കിൽ മാത്രമേ പോവാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ പോവാറൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ കൂടുന്നൊരു ദിവസം കൂടി അത്. അപ്പോൾ ആ സന്തോഷം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പം എല്ലാവരും കണ്ടതിന് താങ്ക് യു സോ മച്ച്.